വന്നതിന് ശേഷം വളരെ ആശ്വാസമുണ്ട്. വേറെ എങ്ങും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഇതിപ്പം ഫസ്റ്റിലെ വരുന്ന ഇവിടെയാണ്. ഇവിടെ വന്ന് വളരെ ആശ്വാസം ഉണ്ടായി. അത് സന്തോഷമാണ്. അതുകൊണ്ടാണ് വീണ്ടും വന്നത്. ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. കാരണം ഒരുപാട് ഹോസ്പിറ്റലുകളിൽ നിന്ന് തള്ളിയ ഒരുപാട് പേഷ്യൻസിൻ്റെ വേദനയും വെരിക്കോസ് വെയിനും വളരെ ചെറിയ സമയം കൊണ്ട് മാറ്റിയ മനക്കൽ ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റിയാണ് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൈയൊന്നും പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം നല്ല ഈസി ആയിട്ട് പോക്കാം. മറ്റേ ഇങ്ങനൊന്നും പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ കൈ പുറകോട്ട് പോകാനോ മൊബൈൽ എടുക്കാനോ ഒരു ഗ്ലാസ് ചായ എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം 10 മിനിറ്റ് കൊണ്ട് എല്ലാം റെഡിയായി. അപ്പോൾ വെരിക്കോസിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രത്തോളം റിസൾട്ട് ഉണ്ടായിട്ടാണ് നമുക്ക് ആ വെരിക്കോസിന് വേണ്ടിയിട്ട് അത്രയും ദൂരത്തുനിന്ന് പോലും ആൾക്കാർ വരുന്നത്. അവരെല്ലാം വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അവർ ഒരു വിസിറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു റീവിസിറ്റ് വരണം എന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കണം പിന്നീട് വരുന്നത്. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി മനക്കൽ ആയുർവേദ ഹോസ്പിറ്റലാണ്. ഏകദേശം 25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറെ കീഴിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സ്ഥാപനമാണ് മനക്കൽ ആയുർവേദ. അപ്പം ഇവിടെ വന്നിട്ട് ഒരുപാട് നാളുകൊണ്ട് അനുഭവിക്കുന്ന വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന രോഗം കേരളത്തിലെ ഏറ്റവും മികച്ച ചികിത്സ, വെരിക്കോസ് വെയിൻ കേരളത്തിലെ ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു ഹോസ്പിറ്റലാണ് മനക്കൽ ആയുർവേദ. അപ്പോൾ ഇന്ന് മനക്കൽ ആയുർവേദയിലെ ഡോക്ടറെയും അതുപോലെ തന്നെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് റിസൾട്ട് വന്നവരുടെ ഒരുപാട് അനുഭവസ്ഥരുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. വളരെ ചെറിയ സമയം കൊണ്ട് 1 മിനിറ്റ് പോലും വേണ്ട വേദന മാറ്റാൻ എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നിലവിൽ വെരിക്കോസ് വെയിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് തന്നെ പറയേണ്ടത്. ഒരുപാട് ആൾക്കാർ വരുന്നില്ല, ഒരുപാട് അടുത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്ന് വരെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. പല പല മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പല പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കളരിമർമ്മത്തിലെ ഒരു രീതിയാണ്, കെട്ടുമർമ്മ എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് പെയിൻ റിലീഫിനും സർക്കുലേഷൻ കൂടാന് അവരുടെ എനർജി എൻഹാൻസ് ചെയ്യാന് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുമല്ലയോ? പേര് റോയ്. നേരത്തെ ചെയ്തിട്ടുണ്ട്. വന്നതിന് ശേഷം വളരെ ആശ്വാസമുണ്ട്. വേറെ എങ്ങും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഇതിപ്പം ഫസ്റ്റിലെ വരുന്ന ഇവിടെയാണ്. ഇവിടെ വന്ന് വളരെ ആശ്വാസം ഉണ്ടായി. അത് സന്തോഷമാണ്. അതുകൊണ്ടാണ് വീണ്ടും വന്നത്. അവർ നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ അടുത്ത സിറ്റിങ്ങിൽ വരുമ്പോൾ അവരുടെ ആ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഡോക്ടറെ, എനിക്കത് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടായിരുന്നു, ഇപ്പം ചൊറിച്ചിൽ മാറി, അല്ലെങ്കിൽ ആ ഒരു കറുത്ത പാടുകൾക്ക് മങ്ങലുണ്ടായി, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ കറുത്ത പാടുകൾ മാറി, ആ ഒരു ബൾജിങ് മാറി. ആ ഒരു രീതിയിലാണ് നമ്മൾ വരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ കൊടുക്കും, നമ്മുടേതായിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് കൊടുക്കും. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അഗ്നികർമ്മമാണ് ചെയ്തത്. അമ്മ ആദ്യമായിട്ട് വരിക. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ചിരട്ട പൊട്ടിച്ചിട്ട് കൈക്ക് കൊളുത്തിപ്പിടുത്തമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് കൈ പൊക്കാനൊക്കെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വേദനയ്ക്ക് നമ്മൾ അഗ്നികർമ്മ ചെയ്തത്. ഇപ്പം ആദ്യമായിട്ട് ശലം കുറവുണ്ട്. മാറ്റമുണ്ട്. ഫസ്റ്റ് സിറ്റിംഗ് ആയതേ ഉള്ളൂ. അപ്പം ഇന്ന് വന്നിട്ട് നമ്മൾ ആ ഒരു പെയിൻ റിലീഫിനുള്ള കാര്യങ്ങളാണ് ആദ്യമേ ചെയ്തത്. പിന്നെ നമ്മൾ ഇന്റേണലി മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളറിയാലോ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മെഡിസിൻസ് ചേരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവാനും പേഷ്യന്റിന് ബെറ്റർ ഫീൽ ആവാനും പറ്റുള്ളൂ. വേദനകൾക്ക് പെട്ടെന്ന് വേദന മാറ്റാൻ പറ്റുമോ? പെട്ടെന്ന് വേദന മാറ്റാൻ പറ്റും. പിന്നെ ഒരുപാട് നാളുകൊണ്ട് അനുഭവിക്കുന്ന വേദനയൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റും. അതെങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡ്? നമ്മളിവിടെ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം പേഷ്യന്റിനെ എക്സാമിൻ ചെയ്യുകയോ ചെയ്യുന്നത്. അവർക്ക് എന്ത് കാരണത്താലാണ് വേദനകൾ പല തരത്തിലുണ്ടാവാം, പല രീതിയിലുണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അപ്പം അത് എന്ത് കാരണമാണെന്ന് കണ്ടെത്തുന്നതിലാണ് ഒരു ഡോക്ടറുടെ സക്സസ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ അതുകൊണ്ട് വിശദമായിട്ട് രോഗിയെ എക്സാമിൻ ചെയ്യും. അവർക്ക് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട്, എങ്ങനെയാണ് ബുദ്ധിമുട്ട് വന്നത്, അവരുടെ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്, എന്ത് ആഹാരമാണ് കഴിച്ചത്, അവരുടെ ജോലി എന്താണ്, ഇതെല്ലാം അവരുടെ ചിലപ്പോൾ വേദനയെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ആവാം. ഉപ്പൂറ്റി വേദനയാണോ ഇത്? ഷോൾഡർ പെയിനും ഉണ്ട്, ഉപ്പൂറ്റി വേദനയുണ്ട്. നമുക്കിപ്പോൾ ഉപ്പൂറ്റി വേദന ആയാലും നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. നമുക്ക് കാൽക്കേനിയൽ സ്പർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും. ഒരു ചെറിയൊരു കാൽക്കേനിയൽ ബോൺസിന് ചെറിയൊരു ഗ്രോത്ത് ഉണ്ടാകുന്ന കണ്ടീഷൻസിൽ പലർക്കും ഉപ്പൂറ്റി വേദന ഉണ്ടാവാം. പിന്നെ യൂറിക് ആസിഡ്, വൈറ്റമിൻ D3 ഇതിലേക്ക് ഒരു ഡെഫിഷ്യൻസി കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടാവാം. പിന്നെ നമുക്കിവിടെ പ്ലാന്റാർ ഫേഷ്യ ഒരു ഫേഷ്യ ഉണ്ട്. അപ്പോൾ അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവാം. പിന്നെ ആക്ടീലിയസ് ടെൻഡനൈറ്റീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പലതരം കാരണങ്ങളാണ് ഉപ്പൂറ്റി വേദനയ്ക്ക്. അതിന്റെ
അതിന്റെ കൃത്യമായിട്ട് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റും. മാറ്റാൻ പറ്റും. പെട്ടെന്ന് വേദന മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്താൽ നമ്മളിപ്പം ഉപ്പുറ്റി വേദന കൂടുതൽ പേരും വരുന്നത് ചിലപ്പം കാൽക്കിനിയൽ സ്പറിൻ്റെത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലമേഷൻ കൊണ്ടിട്ടാണ് കൂടുതൽ പേർക്ക് ഉപ്പുറ്റി വേദന ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ സ്വേദന പ്രൊസീജിയർ എന്നാണ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത്. അതായത് നമ്മൾ ചൂട് കൊടുക്കുക എന്നുള്ള ഒരു പറയും. അപ്പം അതിനകത്ത് നമ്മൾ അഗ്നികർമ്മവും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മണൽക്കിഴി പോലെ അല്ലെങ്കിൽ ഇഷ്ടിക സ്വേദം പോലുള്ള അങ്ങനെയുള്ള കിഴികൾ വെക്കാറുണ്ട്.